ഏറ്റവും വിഷമുള്ള കൂണുകൾ തുടങ്ങി ബാക്ടീരിയ വരെ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും കാർബൺ എന്ന മൂലകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എന്നതാണ് അക്കാര്യം. ഇത് ശരിക്കും വളരെ കൗതുകമുള്ളതും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം. എന്തുകൊണ്ടെന്നാൽ കാർബൺ നമ്മുടെ ഈ ഭൂമിയിലെ ഏറ്റവും സമൃദ്ധമായ മൂലകമല്ല. ആവർത്തന പട്ടികയിൽ, അതായത് പീരിയോഡിക് ടേബിളിൽ സ്വാഭാവികമായി കാണുന്ന 94 മൂലകങ്ങൾ ഉണ്ട്. ഇത്രമാത്രം മൂലകങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ജീവൻ കാർബൺ അടിസ്ഥാനമാക്കിയുള്ളത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റേതൊരു മൂലകം ആകുന്നില്ല? മൂലകങ്ങളുടെ, അതായത് എലമെന്റ്സിന്റെ സങ്കീർണത, സ്ഥിരത, സമൃദ്ധി, അതായത് കോംപ്ലക്സിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് അബണ്ടൻസ്, ഈ 3 ഘടകങ്ങളിലാണ് ഇതിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത്. ജീവന് ആവശ്യമായ, അതായത് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സങ്കീർണമായ രസതന്ത്ര സംയുക്തങ്ങൾ, സങ്കീർണമായ തന്മാത്രാ ഘടനകൾ എന്നിവ രൂപപ്പെടുത്താൻ കാർബണിന് കഴിയും. എന്നാൽ ബോറോൺ എന്ന മൂലകത്തെ വേണമെങ്കിൽ നമുക്കൊന്ന് പരിഗണിക്കാം. പക്ഷേ ബോറോണിന് ഒരു പ്രശ്നമുള്ളത്, അത് ഭൂമിയിൽ സമൃദ്ധമല്ല, അല്ലെങ്കിൽ വളരെ അപൂർവമായി മാത്രമേ കാണുകയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവന്റെ നട്ടെല്ലായി ബോറോണിനെ തിരഞ്ഞെടുക്കുന്നത് അത്ര ഉചിതമാവില്ല. എന്തുകൊണ്ട് കാർബൺ ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനമാകുന്നു എന്നതിന്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ ഇവിടെ എത്തുകയാണ്. കാർബൺ ബഹുമുഖമാണ്, മാത്രവുമല്ല സമൃദ്ധവുമാണ്. നമ്മുടെ സൗരയൂഥത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന 5 മൂലകങ്ങളുടെ പേരുകൾ എടുത്താൽ അതിൽ ഹൈഡ്രജൻ, ഹീലിയം, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ എന്നീ ക്രമത്തിലാണ് നമുക്ക് കാണാം. ഇനി നമ്മുടെ ശരീരത്തിലെ, അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട 5 മൂലകങ്ങളുടെ പേരുകൾ എടുത്താൽ ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, കാൽസ്യം എന്നിവയാണെന്ന് കാണാം. അതായത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 5 മൂലകങ്ങളിൽ 4 ജീവജാലങ്ങളുടെ ശരീരത്തിൽ ഉണ്ട് എന്നർത്ഥം. വാസ്തവത്തിൽ ഭൂമിയിൽ കാർബണിനേക്കാൾ വലിയ അളവിൽ സിലിക്കൺ ഉണ്ട്. എന്നാൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകത മൂലം സിലിക്കണിന് കാർബണിനെ പോലെ ശക്തമായ ബോണ്ടുകൾ രൂപീകരിക്കാൻ കഴിയുകയില്ല.